ജാതി, നിറം, അച്ഛൻ്റെ തൊഴിൽ ഇവയെല്ലാം ചേർത്ത് അധിക്ഷേപിച്ച് ഒരു വിദ്യാർത്ഥിയുടെ കൂടി ജീവനെടുത്തു. കണ്ണൂർ ഡെൻ്റൽ മെഡിക്കൽ കോളേജിലെ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ പുഴുത്ത പട്ടി എന്നാണ് ആ വിദ്യാർത്ഥിയെ അധ്യാപകർ വിളിച്ചത് എന്ന് കേൾക്കുമ്പോൾ ഈ അധ്യാപകരുടെ നിലവാരം എവിടെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് അങ്ങേറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു കാലത്ത് റാഗിങ്ങിൻ്റെ സംഭവമായിരുന്നു. പിന്നെ ഇപ്പോൾ ചില ആളുടെ സംഘം ചേർന്നപ്പോൾ സിദ്ധാർത്ഥൻ്റെയൊക്കെ കേസ് റാഗിങ്ങും അല്ല, വേറെ രൂപത്തിലാണത്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നു, കുറ്റം ചെയ്ത ആൾക്കാർക്ക്. ഇത് മറ്റൊരു രൂപത്തിൽ ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂജാരി മരിച്ചതിൽ ഈ പ്രശ്നമുണ്ട്. നമ്മുടെ വിഷ്ണു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെ ഇതേപോലെ ജാതീയമായിട്ട് ആക്ഷേപിക്കുക ചെയ്തത്, തിടമ്പ് കയറ്റാൻ സമ്മതിക്കുക ചെയ്തത്. അതേപോലെ ജാതീയമായിട്ട് ആക്ഷേപിക്കുക, നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, ഇപ്പോൾ അതിന് പുതിയ വാക്കുണ്ട്, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയും. ഇതെല്ലാം ചെയ്തിട്ട് ഒരു മനുഷ്യനെ അപമാനിച്ച് അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ ഒരു തികച്ച അപരിഷ്കൃതമായിട്ടൊരു കാര്യമാണ്. ഒരു പക്ഷേ ഒരു 100 കൊല്ലം മുമ്പൊക്കെ അങ്ങനെ ചില സോക്കോൾഡ് ഉന്നത ജാതിയിൽ സോക്കോൾഡ് ലോവർ കാസ്റ്റിലെ ആൾക്കാരെ ജാതി പറഞ്ഞ് വിളിക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ തിരിച്ച് പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള നിയമത്തിൻ്റെ സപ്പോർട്ടിലൊന്നും ഇല്ലാത്ത കാലഘട്ടം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറിയില്ല, ജനാധിപത്യ വ്യവസ്ഥ വന്നു, ഈക്വാലിറ്റി ഉണ്ട് ഭരണഘടനയുടെ മുന്നിൽ. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ തികച്ചും അപമാനകരമായിട്ട് കാര്യമാണ് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇത് അച്ഛൻ്റെ തൊഴിൽ മാത്രമല്ല, അമ്മയുടെ രോഗാവസ്ഥയും അപമാനിച്ചു. ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്താ അസുഖം ഉണ്ടെന്നാണ് പറയുന്നത്, ഈ കുട്ടിയുടെ അമ്മയ്ക്ക്, നിതിൻ രാജിൻ്റെ അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ട്. ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് കേട്ടിരുന്നു ചാനലിൽ. അദ്ദേഹം പറഞ്ഞ എന്നെ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല, പിന്നെ നീ പുറത്തിറങ്ങിയാൽ നിൻ്റെ കയ്യും കാലും വെട്ടിക്കളയും, നീ കയ്യും കാലും ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത് പറയുന്നത് ആരാണ്? ഗുരുക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ്, 2 പ്രൊഫസർമാരെ. എന്താ സസ്പെൻഷൻ ഉണ്ടെന്ന് പറയുന്നു. അതിലൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് അതിനെ പേര് കൂടി പറയണം. ഡോക്ടർ MK റാം, അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാർ. ജാതീയമായ അധിക്ഷേപം എന്നൊക്കെ അത് കണ്ണൂർ പോലുള്ള വിപ്ലവത്തിൻ്റെ മണ്ണിലാണ് വിപ്ലവം പൂത്തുലഞ്ഞ്. അതായത് കേരളത്തിൽ എന്താ പറയുക, നവോത്ഥാനം കണ്ടുപിടിച്ച ആൾക്കാർ, അതെ, അവരാണ് നവോത്ഥാനം കൊണ്ടുവന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ജില്ലയാണത്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരോട് എപ്പോഴും സോഫ്റ്റായിട്ടുള്ള ഒരു ഒരു സമീപനം ഉണ്ടാവുള്ളൂ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ധൈര്യമുള്ളതുകൊണ്ടല്ല ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ടി വരും. ഇവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണ്, ഇനി ഇവരെങ്കിലും അധ്യാപക യൂണിയൻ്റെ ആൾക്കാരാണോ, അതൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. റൂട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും ചെന്ന് എത്താനുള്ള സാധ്യതകൾ ഏതിലേക്കായിരിക്കുമെന്നൊരു ധാരണ നമുക്കുണ്ട്. അതെ, കണ്ണൂരായതുകൊണ്ട് അതെ, നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇനി കണ്ണൂരല്ലാത്തടത്ത് പോലും സംഭവിക്കുന്നു. അപ്പോൾ കാസർഗോഡ് സംഭവിച്ച അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് തരത്തിലൊരാളെ അപമാനിച്ചാലും ആക്ഷേപിച്ചാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് സംരക്ഷണം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള അതിൻ്റെ പുറകിലുള്ള പ്രശ്നം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അസുഖത്തിനെ പറഞ്ഞ് അപമാനിക്കുക, നിറത്തിനെ പറ്റി അച്ഛൻ്റെ ജോലി നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കൈയും കാലും വെട്ടിക്കളയുന്ന ഒരു കുട്ടികളാണ് പറയുന്നത്. അയാൾക്ക് എന്ത് പ്രായമുണ്ടോ, കൂടി വന്നാൽ 18, 19, മാക്സിമം 20 വയസ്സുണ്ടാവാൻ ചാൻസ് ഇല്ല. ആ കുട്ടിയുടെ കൈയും കാലും വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ അയാൾ പേടിച്ചു പോയില്ലേ. അതിൽ ഇൻറ്റേർണൽ മാർക്ക് കുറച്ചു അയാളുടെ. എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇതൊരു വീട്ടുകാർക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകാനുള്ള ഒരു വിദ്യാർത്ഥിയോടും ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ മാത്രം ഇത്രത്തോളം ക്രൂരത കാണിക്കുക എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുമോ സർ? ആ വിദ്യാർത്ഥിയോട് അതിനും അപ്പുറം മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് വിരോധം ഉണ്ടായി കാണില്ല. കാരണം ഒരു പക്ഷേ ഈ പറയുന്ന ജാതി ഏതുമായിക്കോട്ടെ, നമുക്കറിയില്ല, ജാതി ആ കുട്ടിയുടെ ഏതുമായിക്കോട്ടെ, അതേ ജാതിയിൽപ്പെട്ട മറ്റു വിദ്യാർത്ഥികളും ഉണ്ടാകുമല്ലോ. അല്ല, അത് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവാം. ഇയാളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ ചിലർക്ക് ദേഷ്യം വരാൻ, സംശയം ചോദിച്ചാൽ പോലും ദേഷ്യം വരുന്ന അധ്യാപകരുള്ള നാടാണ്. സംശയം ചോദിക്കാൻ പാടില്ല, എഴുന്നേറ്റ് സംശയം ചോദിച്ചാൽ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ. ഭയങ്കര ഈഗോയുള്ള ആൾക്കാർ, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കാത്ത ആൾക്കാരുണ്ട്.
അത് എന്നെക്കാൾ അറിവുണ്ടോ എന്നുള്ളത് എനിക്കത് അനുഭവമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല, കാരണം അത് കുറച്ച് വ്യക്തിപരമായിട്ട് പോകും, അതുകൊണ്ട് ഞാൻ പറയാത്തത്. അപ്പോൾ അതൊരു റീസൺ ആവാം. അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കിയപ്പോൾ അയാൾ നിരസിച്ചിട്ടുണ്ടാവാം. നമ്മൾ പണ്ട് തിരുവനന്തപുരത്ത് ഒരു വലിയ സമരം നടന്ന ഓർമ്മയുണ്ടല്ലോ, വലിയൊരു മഹാവിദ്യാലയത്തിൽ. അവിടുത്തെ ആൾക്കാരെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പറഞ്ഞയച്ചു എന്നൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിരുന്നത്. ശരിയാണോ എന്നറിയില്ല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിരസിച്ചിട്ടുണ്ടാവാം. ഒരു റീസൺ അതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഈ പാവത്തിന് പറയാൻ പറ്റാതെ വന്നതും ആവാം. അപ്പോൾ ദേഷ്യം വന്നിട്ട് പറയാൻ തന്നിട്ട് പിന്നെ ഇവരെല്ലാവരും ചേർന്ന് ഇയാളെന്തിനാ ഇവിടെ പഠിക്കാൻ പറ്റണത്, ഇങ്ങനത്തെ താഴ്ന്ന ജാതിക്കാരൻ, കറുത്ത ആൾ, അച്ഛൻ മര്യാദയ്ക്കൊരു നല്ല ജോലിയൊന്നും ഇല്ലാത്ത ആൾ, ഇയാളൊക്കെ പഠിക്കാൻ പറ്റേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവരിടയ്ക്ക് ചിലപ്പോൾ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടാവും. അതാണ് 2 പേരിൽ വരുന്നത്, ഒരാളല്ലല്ലോ. ഇപ്പോൾ 2 പേരാണ് സസ്പെൻഷൻ. അതിലധികം ആൾക്കാരുണ്ടോ എന്നറിയില്ല. ഒന്ന് വ്യക്തം, സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടാണ് അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളതെന്നാണ് അയാൾ പറയുന്നത് ഈ വോയിസിൽ. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഏതായാലും കൂടുതൽ ആൾക്കാരുണ്ടാവാമല്ലോ. സ്റ്റാഫൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന സ്ഥലം നമ്മൾ സാധാരണ ഒരു കോളേജിലെ അന്തരീക്ഷത്തിൽ ഞാനൊക്കെ കണ്ടുവരുന്ന സ്റ്റാഫ് റൂമിൽ ഒരേ സമയത്ത് എല്ലാവർക്കും എപ്പോഴും ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് 4-5 ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിലും കൂടി ആകുമ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റാത്ത അപമാനമാണത്. ഒരു ജാതീയമായിട്ടൊരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അങ്ങേറ്റത്തെ ആക്ഷേപമാണ്. അപ്പോൾ അത് സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാൾക്കത് സഹിക്കാനേ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലുണ്ടാകുന്ന യഥാർത്ഥ കാരണം ഉണ്ടാകുന്ന ഒരു അന്വേഷണം നടത്തിയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നീതിപൂർവമായിട്ടുള്ള ഒരു ഇമ്പാർഷ്യലായിട്ടൊരു അന്വേഷണം നടക്കണം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്കതൊക്കെ പ്രതീക്ഷിക്കാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നീതിപൂർവമായിട്ടൊരു അന്വേഷണമോ. അല്ല, ഇതിപ്പോ സിദ്ധാർത്ഥന്റെ കാര്യം പറയുമ്പോൾ രണ്ടും 2 തരത്തിൽ നിൽക്കുന്ന അപമാനങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ പോലും സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിന് ശേഷം എന്ത് സംഭവിച്ചു, ഈ കുറ്റക്കാരെന്ന് പറയുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പിന്നീട് പഠനം തുടരാൻ പറ്റിയ സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് വന്നാലും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ CPM-ലേക്ക് പോയാൽ മതി എന്ന് പറയാം. വേറെ പാർട്ടി എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് അതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പിൻബലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ സംരക്ഷിച്ചോളും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നൽകുന്ന പ്രശ്നമുണ്ട്. അത് നമുക്ക് ഇവിടെയും ഒരു പക്ഷേ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാവാം. ഇവിടെ അത് ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും സംരക്ഷണം കിട്ടും എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ പല ആൾക്കാരെ അറിയാമല്ലോ, പല കേസുകളുടെയും കാര്യങ്ങൾ. പിന്നെ അവർ ഇപ്പോൾ VK ശശികലൻ അത് കഴിഞ്ഞ് പാർട്ടി വിട്ട് പോയി എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അതിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് എന്താ സംഭവിച്ചത്? തീവ്രത അളക്കലും ഒക്കെ ആയിരുന്നല്ലോ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാനായിട്ട് പ്രബലമായൊരു പാർട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയാണത്. ഇതിലും ഞാൻ അങ്ങനത്തെ ഒരു കാര്യം സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സർക്കാരിനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് സർക്കാരിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനൊരു ഭയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതാണല്ലോ ഇപ്പോൾ നമ്മൾ സർക്കാരിനെ പോലീസിനെയൊക്കെ ആൾക്കാർ ഭയപ്പെടണം, അല്ലെങ്കിൽ അതാണ് നീതി നടപ്പാക്കാനുള്ള യന്ത്രങ്ങളാണതെല്ലാം. അതിനുള്ള സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നാളൊരു സ്ഥലത്തൊരു കുട്ടിയെ കൊന്നൊരു സംഭവം ഉണ്ടായില്ലേ, കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്ന്, ഫ്രണ്ട്സല്ല സ്കൂൾ കുട്ടിയെ. അന്നായാലൊരു കുട്ടി പറഞ്ഞൊരു വോയിസ് പുറത്ത് TV-ൽ ഒക്കെ കേട്ടിരുന്നു. അതിലയാൾ പറയുന്നത് ഈ സംഘം ചേർന്ന് കൊന്നു കഴിഞ്ഞാൽ കേസൊന്നും ഉണ്ടാവില്ലടാന്ന് കൂട്ടുകാരനോട് പറയുക. അപ്പം അങ്ങനെ പോലും കുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഒരു മോബ് അറ്റാക്കിൽ വരുന്നേ കഴിഞ്ഞാൽ ആരും ശിക്ഷിക്കാറില്ല, കോടതി തെളിവില്ലാതെയൊക്കെ പോകുന്നത്. അത്ര വരെയും കുട്ടികൾ ക്രിമിനലൈസേഷൻ്റെ അങ്ങേറ്റത്തെത്തുന്ന ഒരവസ്ഥ കുട്ടികൾ. അപ്പം അതിനിടയ്ക്ക് അതിനെല്ലാം തടയേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായുള്ള അധ്യാപകരിങ്ങനെ പെരുമാറുന്നതെങ്കിൽ എന്ത് ചെയ്യും? കുട്ടിക്ക് അവിടെ നിന്ന് നീതി കിട്ടും. ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ ഇതിൽ ആൻസറബിളാണ്. പ്രിൻസിപ്പൽ ഇതിനൊരു ഇത് വ്യക്തമായിട്ട് പറയണം, വാട്ട് ഹാപ്പൻഡ് റിയലി എന്നുള്ള പറയണം. പോലീസ് ഒരു കേസെടുത്തിട്ട് ഇവരെ ജാമ്യത്തിൽ പറ്റിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ കേസുകൾ അവിടെ എത്താനും പോകില്ല. കാരണം ഈ പാവങ്ങൾക്ക് അത് പെർസ്യൂ ചെയ്യാനുള്ള പവറുള്ളവരായിരിക്കില്ല. കേട്ടെടുത്തോളം പാവപ്പെട്ട ആൾക്കാരാണ്. അല്ല, അങ്ങനെ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്രത്തോളം അധിക്ഷേപം ആ വിദ്യാർത്ഥിക്ക് നേരെ ചൊരിഞ്ഞത്. ഇവൻ കൊള്ളാവുന്ന ഒരു വീട്ടിലാണ്, ഇവന് പിൻബലങ്ങളുണ്ട്
എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ നേരെ ഇത്തരത്തിൽ ചിലക്കാനായിട്ട് ഇവർക്ക് നാവ് പൊങ്ങില്ല. അതുണ്ടാവില്ല. ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടൊരു ഭേദപ്പെട്ട ഒരു കുടുംബത്തിലെ ആളാണ്, ഇനിയിപ്പോൾ ജാതീയമായിട്ട് ഇനി സോക്കോൾഡ് താഴെയാണെന്ന് പോലും ഇരിക്കട്ടെ വാദത്തിന് വേണ്ടി, അയാൾ സാമ്പത്തികമായിട്ട് ചുറ്റുപാടുള്ളൊരു വീടാണെങ്കിൽ അയാൾ തൊടില്ല. കാരണം അയാൾക്ക് പോലീസിനെ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നൊരു ഭയം ഉണ്ടാവും. ഇതിപ്പോൾ ജാതിയിലും സോക്കോൾഡ് താഴെ നിറവുമില്ല, അച്ഛന് ഭേദപ്പെട്ട ജോലിയുമല്ല, അമ്മയ്ക്കും സുഖമില്ല, സാമ്പത്തികമായിട്ട് അങ്ങേറ്റം പിന്നില്ല, ഇയാൾ എന്ത് ചെയ്യാമെന്ന് അവർക്ക് തോന്നുകയാണ്. അത് ഈ ഒരു സാഡിസ്റ്റിൻ്റെ മനസ്സാണത്. കാരണം ഇയാൾ എന്നും അടിമയായിട്ട് അവിടെ കിടന്നോളൂ എന്ത് കാണിച്ചാലും. കാരണം അയാൾക്ക് വേറെ മാർഗ്ഗമില്ല, ഇത് പഠിക്കാതെ നിർത്തി പോകാൻ പറ്റുമോ? ഇതെല്ലാം സഹിച്ചാൽ അവിടെ നിന്നോളും. പിന്നെ പറ്റുമെങ്കിൽ ആൾ തോറ്റും പോട്ടെ, ഇങ്ങനെയൊക്കെ മാനസികമായിട്ട് തളർത്തിക്കഴിഞ്ഞാൽ ആൾ തോറ്റും പോകുമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവൻ്റെ ജീവിതം നശിപ്പിച്ച് അതിലെനിക്കൊരു സന്തോഷം എന്ന് വിചാരിക്കുന്ന സാഡിസ്റ്റ് മനസ്സ് ഇതിൻ്റെ പുറകിൽ. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം രാഷ്ട്രീയമായിട്ടുള്ള സഹായം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ആത്മവിശ്വാസമാണെന്നാണ് ഞാൻ കരുതുന്നത്.